ഗുരുവായൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയ വിപ്ലവമുണ്ടാകുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സത്യം പറഞ്ഞതിന് യേശുക്രിസ്തുവിനെ കുരിശിൽ കയറ്റിയതുപോലെ ഈ മണ്ഡലത്തിലെ സത്യം വിളിച്ചു പറഞ്ഞതിന് തന്നെ കുരിശിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മുന്നണികളെന്നും അദ്ദേഹം ആരോപിച്ചു. വികസന മുരടിപ്പാണ് തീർത്ഥാടന മണ്ഡലത്തിൽ നടക്കുന്നത്. പാലയൂർ ചർച്ച്, ചാവക്കാട് ബീച്ച് എന്നിവയെ ഉൾപ്പെടുത്തി ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഹബ്ബ് നാളിതുവരെ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്താൽ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ നാമധേയത്തിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തുവെന്നുള്ള വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ദുഃഖദിനമാണ്. ക്രൈസ്തവർക്ക് മാത്രമല്ല, നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളിലും, എല്ലാ മത ആചാര ചടങ്ങുകളിലും ബന്ധപ്പെടുന്നവരാണ്. എനിക്ക് പറയാനുള്ളത്, യേശുക്രിസ്തു സത്യം പറഞ്ഞതിനാണ് കുരിശിൽ കയറിയതെങ്കിൽ എന്നെ ഇപ്പൊ കുരിശിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പോലീസും പട്ടാളവും മുഖ്യമന്ത്രിയും കോടതിയും എല്ലാം എന്നെ കുരിശിൽ കയറ്റി. ഞാനൊരു സത്യം പറഞ്ഞതിനാണ്. ഈ നാട്ടിലെ ഈ ഗുരുവായൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ രാഷ്ട്രീയ ചരിത്രം ഞാൻ പറഞ്ഞു. ഞാൻ ഒരു ഫ്ലെക്സ് വെച്ചു. ഇതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് കേസ് 3 എണ്ണമാണ്. ഈ പാലയൂരിലെ ക്രൈസ്തവ ദേവാലയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ്. ആ പാലയൂർ പള്ളിയും അതുപോലെ ഗുരുവായൂർ ക്ഷേത്രവും ചാവക്കാട് ബീച്ചും ചേർന്ന് ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഹബ്ബാക്കാം. ഗുരുവായൂരപ്പന്റെ ദേവസ്വം ബോർഡ് ഒരു നല്ല ആശുപത്രി പണിഞ്ഞൂടെ? BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഈ ദേവസ്വത്തിനെ കൊണ്ട് ഇവിടെ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവരും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യമായ ചികിത്സ കൊടുക്കുന്ന, സായി എങ്ങനെയാണോ കൊടുക്കുന്നത്, ആ സായി കൊടുക്കുന്നത് പോലെ സൗജന്യമായ ചികിത്സ കൊടുക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അങ്ങനെ ഈ നാടിൻ്റെ വളർച്ച, ഈ നാട്ടിലെ വികസനം, അതാണ് എൻ്റെ ലക്ഷ്യം.